ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിന് മുമ്പാകെ വീണ്ടും കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വേദഭാഗങ്ങൾ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാൻ വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. പ്രാരംഭമായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ നോക്കാം. അതിനുശേഷ സമയത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തിമത്തിയോസിനെ കുറിച്ച് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പല ആത്മീയ വസ്തുതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയോടുള്ള ബന്ധത്തെങ്കിലാണ് തിമത്തിയോസിനെ പൗലോസ് തന്റെ കൂടെ കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രത്യേക സാഹചര്യത്തിൽ മർക്കോസിനെ പൗലോസ് ഒഴിവാക്കി. ആ സാഹചര്യത്തിൽ ആ സമയത്ത് തിമത്തിയോസിനെ ആ മിഷണറി യാത്രയിൽ തന്റെ കൂടെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. തിമത്തിയോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദർബയില്, ലുസ്രയില്, ആ പ്രദേശങ്ങളിൽ എവിടെയുള്ള ഒരു സഭയിലെ ആത്മീയ കൂട്ടായ്മയില് തിമത്തിയോസ് ആയിരുന്നു എന്നുള്ളതാണ് 16-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിമത്തിയോസ് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പൗലോസ് തന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിമത്തിയോസിനെ കൊണ്ടുപോയില്ല. ഏകദേശം ചരിത്രം പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ കാലസംഖ്യ വെച്ച് നമുക്കൊരു 4-5 വർഷം തിമത്തിയോസ് ഒരു വിശ്വാസിയായിട്ട് ഈ സഭയില് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തന്റെ മാതാവ് ഒരു എബ്രായ സ്ത്രീ ആയിരുന്നു. അപ്പോൾ തന്നെ തന്റെ പിതാവ് ഒരു ഗ്രീക്കുകാരൻ, യവനക്കാരനായിരുന്നു എന്നുള്ളത് നമുക്ക് 16-ാം അധ്യായത്തിൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ തിമത്തിയോസ് ഒരു വിശ്വസ്തനായ വ്യക്തിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിമത്തിയോസ് ഒരു വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. അപ്പോൾ തിമത്തിയോസിന്റെ മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിമത്തിയോസ് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം താന് ആ ലുസ്രയിൽ, ദർബയിലുള്ള ആ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീയ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ ആത്മീയ കൂട്ടായ്മയില് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിചയത്തിലേക്ക് തിമത്തിയോസ് വന്നതിന് ശേഷമാണ് പൗലോസ് തന്നെ ആ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ സമൂഹത്തിലൊക്കെ പല ആളുകൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അവരെ വിളിച്ച് സ്റ്റേജിൽ അവസരങ്ങൾ കൊടുക്കുകയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവര് അധികം നാള് ഈ ആത്മീയ ഗോളത്തില് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കാരണം പുതിയ ശിഷ്യൻ അരുത് എന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവിക കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി നമുക്കൊരു പരിചയം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് എന്ന പ്രായം ചെന്ന വ്യക്തിയോട് കൂടെ നിന്നുകൊണ്ട് തിമത്തിയോസ് ശുശ്രൂഷ എന്താണെന്ന് വ്യക്തമായി പഠിക്കുന്നത്
നമുക്ക് വ്യക്തമായി ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസലോ. ഒന്നാമതായിട്ട് ഒരു സഭാ കൂട്ടായ്മ ആവശ്യമാണ്. പ്രൈസലോ. ആ കൂട്ടായ്മയ്ക്കകത്ത് വളരുവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ തന്നെ അവൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന പരിചയങ്ങളുള്ള ഒരു ദൈവദാസനോട് കൂടെ നടന്ന് ശുശ്രൂഷയിൽ വളരേണ്ടതും ആവശ്യമാണ് എന്നുള്ളത് തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസലോ. തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ തിമോത്തിയോസ് വിശ്വസ്തനാണെന്ന് പറയുന്നുണ്ട്. തിമോത്തിയോസ് പ്രൈസലോ കർത്താവിന്റെ സ്വഭാവം തന്നെ, ആ താഴ്മ എന്ന സ്വഭാവം തന്നെ വെളിപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല. ഈ താഴ്മയൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല. പ്രൈസലോ. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. രണ്ട് കാര്യങ്ങൾ അവിടെ തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധം. പ്രൈസലോ. രണ്ട്, പൗലോസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനോട് കൂടെയുള്ള തന്റെ സഹവാസം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള യാത്ര തിമോത്തിയോസ് എന്ന ശുശ്രൂഷകനെ ശക്തീകരിക്കുവാൻ, ഈ ഒരു ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടവന്നു എന്ന് നമുക്ക് വചനം വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസലോ. തിമോത്തിയോസിന് നിർവ്യാജ വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് 2 തിമോത്തിയോസ് 1 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ലഭിച്ചത് തന്റെ വലിയമ്മച്ചിയിൽ നിന്ന്, തന്റെ മാതാവിൽ നിന്ന് ആ വിശ്വാസം തിമോത്തിയോസിന് ലഭിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ നോക്കുക, നിർവ്യാജ വിശ്വാസമുള്ളവൻ, പ്രൈസലോ, വിശ്വസ്തനായവൻ, പ്രൈസലോ, താഴ്മയുള്ളവൻ, അങ്ങനെ പല കാര്യങ്ങൾ തിമോത്തിയോസിനെ കുറിച്ച് നമുക്ക് എടുത്ത് പ്രസ്താവിക്കുവാൻ കഴിയും. പ്രൈസലോ. അവിടെയൊന്നും ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ച ആ വേദഭാഗം 19-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവില് ഞാൻ ആശിക്കുന്നു. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ 2 ആത്മീയ ചിന്തകളാണ് നമ്മൾ നോക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. ഒന്നാമത്തെ ചിന്ത, പൗലോസിന്റെ മനസ്സിനെ തണുപ്പിക്കുന്നത് എന്താണ്? പ്രൈസലോ. അല്ലെങ്കിൽ പൗലോസിന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന വസ്തുത എന്താണ്? പ്രൈസലോ. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന്. പ്രൈസലോ. അപ്പൊ പൗലോസിന്റെ മനസ്സിനെ തണുപ്പിക്കുന്നത് എന്താണ്? താൻ എവിടെയാണ് കിടക്കുന്നത്? കാരാഗ്രഹം അല്ലെങ്കിൽ വീട്ടു തടങ്കലിലാണ്. പ്രൈസലോ. അപ്പൊ തന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അവിടെ നിന്ന് ഒരു റിലീസ് ലഭിച്ചു എന്നുള്ള വാർത്തയല്ല. പ്രൈസലോ. തന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് ഫിലിപ്പിയ സഭയെ കുറിച്ചുള്ള വാർത്ത താൻ കേൾക്കുന്നതിനകത്താണ്. പ്രൈസലോ. എന്ത് വാർത്തയാണ്? പ്രൈസലോ. പൗലോസിനാൽ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കൂട്ടമാണ് ഫിലിപ്പിയ സഭ എന്ന് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ആ സഭ ആത്മീയ ജീവിതത്തിനകത്ത് വളർച്ച പ്രാപിക്കുന്നു, പ്രതിസന്ധികളിൽ നിലനിൽക്കുന്നു എന്നുള്ള വാർത്ത തന്റെ കാതുകളിൽ എത്തുമ്പോൾ തന്റെ ഹൃദയം വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് അവിടെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഒരു കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സിന് ഏറ്റവും വലിയ തണുപ്പ് ലഭിക്കുന്നത് ഏത് വിഷയത്തിലാണെന്ന് ചോദിച്ചാൽ ദൈവസഭ ആത്മീയമായി വളർച്ച പ്രാപിക്കുന്ന വിഷയത്തിനകത്ത്. ദൈവസഭ നട്ടതുപോലെ ഇരിക്കുകയല്ല, അവർക്ക് ആത്മീയ വളർച്ച ഉണ്ടായി. നമ്മൾ പറഞ്ഞല്ലോ, പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ് 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ആ 1-ാം നൂറ്റാണ്ടിലുള്ള സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിയിൽ ഇത് പിടിച്ചു നിൽക്കുന്നു എന്ന് അറിയുന്നത് തന്നെ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷം കൊടുക്കുന്ന വസ്തുതയാണ്. നമ്മളോട് ദൈവത്തിന്റെ വചനം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിനകത്തും ആരാധിക്കുന്നതിനകത്തും നമുക്ക് സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത്
ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു വിഷയം കിട്ടുന്നതിനകത്ത് പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക വിഷയം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ്. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, നീറോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീറോ ചക്രവർത്തി, നീറോയുടെ സന്തോഷം എന്തായിരുന്നു? നീറോ എപ്പോഴാണ് സന്തോഷിച്ചെന്ന് അറിയാമോ? ചരിത്രത്തിനകത്ത് ക്രിസ്തീയ വിശ്വാസികളെ പന്തം പോലെ കെട്ടി തന്റെ ഉദ്യാനത്തിൽ കത്തിച്ചപ്പോൾ വീണ വായിച്ച് നീറോ എന്ത് ചെയ്തു? സന്തോഷിച്ചു. പ്രൈസ്. അപ്പോ മറ്റൊരുവന്റെ തകർച്ച കാണുമ്പോൾ സന്തോഷിക്കുന്ന വ്യക്തികൾ. പ്രൈസ്. മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടിനെ കാണുമ്പോൾ സന്തോഷിക്കുന്ന വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭൗതിക നന്മ വരുമ്പോൾ സന്തോഷിക്കുന്ന വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തിരുവചനത്തിനകത്ത് എപ്പോഴും നമ്മള് ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ധനികനായ മനുഷ്യന് ഭൂമി നല്ലതായിട്ട് വിളഞ്ഞു കഴിഞ്ഞപ്പോ അവന് ആ വിളവെല്ലാം പാണ്ഡികശാല വലുതാക്കി അതിനകത്ത് കൂട്ടി വെച്ചിട്ട് തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ നാളത്തേക്ക് നിനക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ വ്യക്തി സന്തോഷിക്കുവാൻ ഇടവന്നത്? പ്രൈസ് ദി ലോർഡ്. തനിക്ക് ലഭിച്ച ധാന്യത്തിനകത്ത് അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വർദ്ധനവിനകത്ത് ഈ വ്യക്തി സന്തോഷിക്കാൻ കാരണം എന്നാ? പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവ വിഷയത്തിനകത്ത് അവൻ സമ്പന്നനല്ലായിരുന്നു. പ്രൈസ്. ദൈവ വിഷയത്തിനകത്ത് അവൻ സമ്പന്നനല്ലായിരുന്നത് കൊണ്ട് അവന് ലഭിച്ച ഭൗതികതയ്ക്കകത്ത് അവൻ അതിയായി സന്തോഷിക്കുവാൻ ഇടവന്നു. പ്രൈസ്. ഞാൻ പറയുന്ന ആത്മീയ ചിന്തകൾ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. പ്രൈസ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം എന്താണ് നമ്മളെ അധികമായി സന്തോഷിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു ഭൗതിക വിടുതലാണോ? അതോ പ്രൈസ് ഈ നീറോയെ പോലെയൊക്കെയുള്ള ഹൃദയത്തിന്റെ ചാബല്യങ്ങളാണോ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത്? പ്രൈസ്. നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുന്ന അനുഭവത്തിലായിരിക്കും. അതാണ് ഫിലിപ്പിയ ലേഖനം വളരെ വ്യക്തമായി പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യമല്ല, ഇത് പലവട്ടം ആവർത്തിക്കുകയാണ്. കാരണം എന്താണ്? പൗലോസ് വളരെ വ്യക്തമായി ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നു, നിരാശപ്പെട്ടു പോകണ്ട. കഷ്ടതയുടെ നടുവിലൂടെ പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഭൗതിക വിടുതലല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷം കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് ജീവിതത്തിനകത്ത് വന്ന ഒരു വ്യക്തിയെ ജീവിതത്തിന്റെ ഒരു സാഹചര്യം കാണിച്ച് ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവനെ ഒരിക്കലും അങ്ങനെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം അനേക ഭക്തന്മാരുടെ ജീവചരിത്രം വായിച്ചു നോക്കിയാട്ടെ, അതിനകത്തെല്ലാം എഴുതിയിരിക്കുന്ന പല കാര്യങ്ങള് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വില്യം കേറിയൊക്കെ വന്ന് ഇത്രയും ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നിൽ താൻ അനുഭവിച്ച കഷ്ടതയെ കുറിച്ച് തന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്വന്തം മകന് മരിച്ചതിന് ശേഷം അതിന്റെ കുഴിയെടുക്കുവാൻ വേറെ ആരും സഹായം ഇല്ലാത്തപ്പോ അപ്പൻ ഒറ്റയ്ക്ക് കുഴി വെട്ടി തന്റെ മകനെ അടക്കി ഭാരത മണ്ണിൽ. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി ഒരു വശത്ത് നിൽക്കുമ്പോൾ താൻ ട്രാൻസ്ലേറ്റ് ചെയ്തതെല്ലാം തീ വീണ് കത്തിപ്പോയ സാഹചര്യത്തിലുമൊക്കെ ക്ഷീണിച്ചു പോകാതെ ഇദ്ദേഹം മുമ്പോട്ട് പോകുവാൻ കാരണം അദ്ദേഹത്തിന്റെ സന്തോഷം ക്രിസ്തുവിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ദൈവ വിഷയത്തിൽ സമ്പന്നനാണെങ്കിൽ ലോകത്തിൽ ഒരു സാഹചര്യങ്ങളും നമ്മളെ നിരാശപ്പെടുത്തുക. ഒരു വ്യക്തിക്ക് നമ്മളെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തൊരു വെളിപ്പാടുണ്ട്. ഞാൻ എവിടെയായിരിക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നത്. എന്റെ മുകളിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? എന്റെ കർത്താവാണ്. ഈ ഒരു വെളിപ്പാട്, ഞാൻ ആയിരിക്കുന്നത് കർത്താവിലാണ്, എന്റെ മുകളിൽ കർത്തൃത്വം നടത്തുന്നത് എന്റെ കർത്താവാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ, അവൻ ഭരിക്കുന്ന രാജ്യത്തിനകത്ത് ഞാൻ ആയിരിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കും
നമ്മളെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനങ്ങൾ 4 ഒന്ന് കടന്നു വന്നാട്ടെ. സങ്കീർത്തനങ്ങൾ 4 സങ്കീർത്തനം, അതിന്റെ 7, 8 വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എത്രയോ ശ്രേഷ്ഠകരമായ വചനമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാ. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയമായി. അപ്പോ എന്താണ് ഈ സന്തോഷത്തിന് കാരണം? ഭൗമികമായ നന്മകൾ ലഭിച്ച ഒരു വ്യക്തിയേക്കാൾ ഒരു ആത്മീയ സന്തോഷിക്കുന്നതിന് കാരണം എന്താണ്? അവന്റെ ആശ്രയം ദൈവത്തിലാണ്. അവനായിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അവന്റെ സന്തോഷത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. ഇന്ന് പകൽക്കാലം വചനം അത് നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. ഈ വെളിപ്പാട് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിക്കണം. ആമേൻ. ജീവിതത്തിനകത്ത് നേടിയതൊന്നും നിത്യതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് നമ്മൾ പോകണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ തുടർന്നുള്ള ദിവസങ്ങളിൽ മോദി ഇത് എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. വളരെ വ്യക്തമായി ഞാൻ പറയുക, ആമേൻ, ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ലോകം ഇതെല്ലാം എടുക്കും. ആമേൻ. നഗ്നനായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായിട്ട് നമ്മൾ ഈ ഭൂമി വിട്ട് പോകേണ്ടതായിട്ട് വരും. ആമേൻ. എന്നാൽ ആമേൻ, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് ബോധ്യമുള്ള ദൈവ പൈതല് ഇതിന്റെ നടുവിലും സന്തോഷിക്കുവാൻ ഇടവരും. പൗലോസ് പറയുക, എന്റെ സന്തോഷം ഫിലിപ്പിയ സഭയുടെ ആത്മീയ വളർച്ചയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ആമേൻ പല വിഷയങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ ദുരുപദേശങ്ങളൊക്കെ ചെറുതായിട്ട് മുടിഞ്ഞു കയറിയിട്ടുണ്ട്. അവിടെ ഐക്യത ഇല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ആമേൻ ഇവര് ആത്മീയമായിട്ട് വളരുന്നുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കേൾക്കുന്നത് ആമേൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആ ദൈവദാസന് ഏറ്റവും വലിയ സന്തോഷം കൊടുക്കുകയാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു ആത്മാവിന്റെ വിടുതൽ സ്വർഗത്തിന് വലിയ സന്തോഷം. ഹല്ലേലൂയ. അപ്പോ തന്നെ ഒരു ആത്മാവ് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയൊരു സന്തോഷമാണ്. ഒരു ആത്മാവ് നിത്യതയെ അവകാശമാക്കി തീർക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. ആമേൻ. പൗലോസ് ശുശ്രൂഷ ആമേൻ അത് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ആമേൻ. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ പൗലോസിന്റെ പ്രാർത്ഥന എല്ലാം എടുത്തൊന്ന് പഠിച്ചാൽ മതി. പൗലോസിന്റെ പ്രാർത്ഥന എല്ലാം നോക്കിക്കേ, അതിനകത്തൊന്നും ആമേൻ സ്ഥാപിച്ച സഭകളുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ ആത്മീയ വളർച്ച, ആമേൻ വിശുദ്ധിയോടെ അവരുടെ ദൈവസ്ഥലത്തിൽ നടക്കുക, ആത്മീയമായിട്ട് അവർ വർധനവ് പ്രാപിക്കുക, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവശക്തി അവർ തിരിച്ചറിയുക, ആമേൻ ഇത്യാദി വിഷയങ്ങൾ അവിടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, നമുക്ക് ഈ വെളിപ്പാട് വന്നാൽ നമ്മുടെ ആമേൻ ചിന്താമണ്ഡലത്തിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ ജീവിത രീതിക്കകത്ത് വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവില് ഞാൻ ആശിക്കുന്നു. തിമോഥെയോസിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വേഗത്തില് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാം. എന്തിനു വേണ്ടി അയക്കാം? ആമേൻ. ഈ വിവരങ്ങളൊക്കെ അവിടെ നിന്നൊന്ന് കേൾക്കുവാൻ വേണ്ടി തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് ആമേൻ എവിടെ ആശിക്കുന്നെന്നാ പറയുന്നത്? കർത്താവായ യേശുവില് ആശിക്കുന്നു. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ ഹൃദയത്തിൽ പല ആഗ്രഹമുണ്ട്. എന്നാൽ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നിന്നാണോ ഉണ്ടാകുന്നതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്.
അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായോ? ഹല്ലേലൂയ. പൗലോസ് ഇവിടെ കാരാഗ്രഹത്തിൽ കടക്കുമ്പോ പൗലോസിന്റെ ആഗ്രഹമാ തിമോത്തിയോസിൽ ഒന്ന് വിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ ഞാൻ ആശിക്കുകയാ അങ്ങനെ ഒന്ന് സംഭവിക്കുവാൻ വേണ്ടി. തന്റെ ആഗ്രഹം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്, കർത്താവിൽ പ്രത്യാശ വെക്കുകയാണ്, അത് അങ്ങനെ ഒന്ന് സാധ്യമായി കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പല ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ അത് ക്രിസ്തുവിന്റെ ആഗ്രഹമാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്ന് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 4-ാം അധ്യായം 13-ാമത്തെ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിച്ചോ? ആമേൻ. അവിടെ വചനം വ്യക്തമായി പറയുക, ഇന്നോ നാളെയോ ഞാൻ ഒരു പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവിടെ വ്യാപാരം കഴിച്ച് ലാഭമുണ്ടാക്കും എന്നൊരു മനുഷ്യൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യനോട് ദൈവത്തിന്റെ വചനം തിരിച്ചു പറയുകയാണ്, അങ്ങനെയാണോ പറയേണ്ടത്? കാരണം മനുഷ്യനെല്ലാം ക്ഷണികനല്ലേ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ പറയേണ്ടത്? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഈ പ്രഭാതത്തിൽ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, നമുക്ക് പല ഇഷ്ടങ്ങളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ നടത്തിയെടുക്കുമെന്ന് നമ്മുടെ സ്വയത്തിൽ നമ്മൾ പറയുമ്പോൾ വചനം നമ്മളോട് തിരിച്ചു പറയുക, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? കാരണം മനുഷ്യരെല്ലാം ക്ഷണികനല്ലേ. ഇന്ന് നമ്മളുണ്ട്, നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ സാധ്യമാകട്ടെ എന്ന് പറയുന്നതല്ലേ ഏറ്റവും ഉചിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയത്തിൽ നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എവിടെയും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വയത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അവസാനം ആമേൻ ഒരു വലിയ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കല കൂടെ നിൽക്കും എന്നുള്ളതാണ് ദൈവവചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പോലും ഗെത്സമനെ പ്രാർത്ഥിച്ചു, ആമേൻ പിതാവേ, ആമേൻ നിന്റെ ഇഷ്ടമല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ കപ്പ് അല്ലെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്നാൽ നിന്റെ ഇഷ്ടമല്ലെങ്കിൽ ആമേൻ അത് സഹിക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് കർത്താവ് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എത്ര അധികമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയും. കാരണം എന്താണ്? നമ്മൾ നാളെയെ കുറിച്ച് പലതും ആഗ്രഹിക്കുന്നു, പലതും സ്വയത്തിൽ ചിന്തിക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ പദ്ധതികൾ ഒരുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മനുഷ്യനെല്ലാം ക്ഷണികനല്ലേ. അവൻ എത്ര സ്വയത്തിൽ ആശ്രയിച്ചാലും അവൻ ഒരു ആവി പോലെയുള്ളൂ അവന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് ആശ്രയിക്കുന്നെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായിട്ട് ആമേൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ പൗലോസ് ഇങ്ങനെ ആമേൻ പ്രൈസ് ദി ലോർഡ് പറയാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. പൗലോസിന് ഒരു കാര്യം അറിയാം, തന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പിന്നെ സ്വന്തം ഇഷ്ടമല്ല നടക്കുന്നത്, മറിച്ച് ആരാണ് നമ്മളെ ഭരിക്കുന്നത് അവന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഇന്നും സ്വന്തം ഇഷ്ടം തന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവ ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ
പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിനകത്തൂടെ സംഭവിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആ 19ാമത്തെ വാക്യത്തിൽ നിന്ന് നോക്കുവാൻ ഇടവന്ന്. പൗലോസിന്റെ മനസ്സിനെ തണുപ്പിക്കുന്നത് എന്താണ്? അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു, നമ്മുടെ മനസ്സിനെ എന്തായിരിക്കണം തണുപ്പിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനെ തണുപ്പിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭൗതിക വിടുതലല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിനെ തണുപ്പിക്കേണ്ടത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ലഭിക്കുന്ന ആത്മീയ വിടുതലുകളാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധി വന്നു. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഇന്ന ഭൗതിക നന്മ തന്നു. ഇതല്ല എന്റെ സന്തോഷം. ഞാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി വന്നു. ആമേൻ. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മീയ സന്തോഷം എന്റെ കർത്താവിന്റെ സന്നിധിയിൽ അനുഭവിച്ചു. ഇതായിരിക്കട്ടെ നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലതും നമ്മൾ ചിന്തിക്കുന്നു, പലതും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനകത്ത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവത്തിന്റെ കരത്താൽ സാധ്യമായി തീരും എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് പൗലോസ് കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ കാരണം എന്താണ്? ആമേൻ. തനിക്കൊരു വലിയ തിരിച്ചറിവുണ്ട്. തന്റെ ലോർഡ്, തന്നെ ഭരണം നടത്തുന്ന ആരാണ്? തന്റെ കർത്താവാണ്. ഈ തിരിച്ചറിവ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആമേൻ പൗലോസിനെ സഹായിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ ആ ലോർഡ്ഷിപ്പിലേക്ക്, ആ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് ഇഷ്ടം സംഭവിക്കണമെങ്കിൽ ആ ലോർഡ്ഷിപ്പിന്റെ കീഴിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. 20ാമത്തെ വാക്യം, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകളൊക്കെ എത്രയോ ആഴമുള്ള ആത്മീയ അർത്ഥമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, നിങ്ങളെ സംബന്ധിച്ച് ആരോട് പറയുക? ഫിലിപ്പിയ സഭയോട് പറയുക. ആമേൻ. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി, അതായത് തുല്യ ചിത്തൻ എന്ന് പറയുമ്പോൾ താൻ എന്താണോ ആമേൻ ഫിലിപ്പിയ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെ ആഗ്രഹിക്കുവാൻ എനിക്ക് മറ്റാരുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാരാണ്? തിമത്തിയോസ് ആണെന്നാണ് പൗലോസ് ഇവിടെ ഫിലിപ്പിയ സഭയോട് രേഖപ്പെടുത്തുന്നത്. ആമേൻ. ശ്രദ്ധിക്കുക, പൗലോസിന്റെ ഹൃദയം, പൗലോസ് എന്താണോ ഫിലിപ്പിയ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെ ആഗ്രഹിക്കുന്ന തിമത്തിയോസ് തുല്യ ചിത്തരായിരിക്കുക, ഒരേ മനസ്സോടെ ആയിരിക്കുക, അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയോടുകൂടി ആയിരിക്കുകയാണ്, ഒരേ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കുകയാണ്. ആമേൻ. ചോദിക്കട്ടെ, ഇവര് തമ്മിൽ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടോ? രക്തബന്ധം ഉണ്ടെങ്കിൽ ആമേൻ അപ്പനും മകനുമാണെങ്കിൽ അപ്പൻ ചെയ്യുന്നത് പോലെയൊക്കെ ചില മാനരസമൊക്കെ മക്കൾ കാണിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവര് തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. പൗലോസിന്റെ വിശ്വാസത്തിന്റെ നിജപുത്രൻ എന്ന് പറയുമ്പോൾ ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ. എന്നാൽ പൗലോസിന്റെ അതേ ചിന്താഗതിയാണ് തിമത്തിയോസിന്. ഹല്ലേലൂയ. പൗലോസിന്റെ അതേ ആഗ്രഹങ്ങളാണ് തിമത്തിയോസിന്, പൗലോസിന്റെ അതേ ലക്ഷ്യങ്ങളാണ് തിമത്തിയോസിന്. കാരണം എന്താണ്? രണ്ടുപേരുടെ ബന്ധം ക്രിസ്തുവിനോടാണ്. ഹല്ലേലൂയ. ഇപ്പൊ ദൈവവചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മൾ ഇത്രയും പേരിരിക്കുന്നുണ്ട്, ഇത്രയും പേരുടെ ഹൃദയം ഏകചിത്തതയോടെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും പേര് ആരുമായിട്ട് കണക്റ്റഡ് ആകണം? കർത്താവുമായിട്ട് കണക്റ്റഡ് ആയാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ട് കണക്റ്റഡ് ആയാൽ ഒറ്റ മോട്ടീവേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഒറ്റ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ ലക്ഷ്യം? സഭയുടെ ആത്മീയ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാവുന്നു. ഇവർ തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാലും പൗലോസിന്റെ അതേ ഹൃദയം, പൗലോസിന്റെ അതേ ചിന്താഗതി തിമത്തിയോസിന്റെ ഹൃദയത്തിനകത്ത് വരികയാണ്. ഏകചിത്തയോടെ അവരായിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? രണ്ടുപേരെയും ഭരിക്കുന്നത് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരുടെയും ബന്ധം
കർത്താവിലാണ്. രണ്ടുപേരുടെ സ്വഭാവം രൂപപ്പെട്ടത് കർത്താവിന്റെ സ്വഭാവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവുമായിട്ട് നമുക്ക് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുന്നുവെങ്കിൽ ക്രിസ്തു എങ്ങനെ താഴ്മ ധരിച്ചുവോ ആ താഴ്മ എന്ന സ്വഭാവം ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും കാണും. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല ആമേൻ, മറ്റുള്ളവരെ തന്നെ തന്നെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി എന്റെ കർത്താവ് ആമേൻ തീർന്നത് പോലെ പൗലോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാനീയയാഗമായി ഒഴിക്കപ്പെടുക തയ്യാറാകുന്നു എന്ന് പറഞ്ഞതുപോലെ ആമേൻ തിമോഥെയോസ് ആമേൻ ഇവിടെ ആമേൻ പൗലോസിന് ഒരു മകൻ പിതാവിന് ചെയ്യുന്നത് പോലെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് വചനത്തിനകത്ത് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ഒരേ മനസ്സ്. ഹല്ലേലൂയ. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധം ശരിയാണെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് നമുക്കെല്ലാം ഏക മനസ്സോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കാൻ ഇടവരും എന്ന് വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. എന്തുകൊണ്ടാണ് റോമിൽ മറ്റൊരു വിശ്വാസികൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ തിമോഥെയോസിനെ തന്നെ ഫിലിപ്പിയിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നത്? റോമിൽ ഒത്തിരി വിശ്വാസികൾ ഉണ്ട്. പൗലോസ് എവിടെയായിരിക്കുന്നത്? റോമിലായിരിക്കുന്നത്, കാരാഗ്രഹത്തിൽ ആമേൻ വീട്ടു തടങ്കിലായിരിക്കുന്നത്. അപ്പൊ അവിടെ മറ്റു വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിലും പൗലോസിന് തിമോഥെയോസിനെ അയക്കാൻ കാരണം മറ്റുള്ളവരൊക്കെ സ്വന്തം കാര്യം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥത മാത്രമേ അവർ നോക്കുന്നുള്ളൂ. എല്ലാവരും അവരുടെ വളർച്ച മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ തിമോഥെയോസ് അങ്ങനെയല്ല. തിമോഥെയോസ് മറ്റുള്ളവരെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്ന് കാണുന്ന വ്യക്തിയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വരാമോ? 22-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ. യേശു പിന്നെ അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും കടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗരാജ്യത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ ആ ഇൻവിറ്റേഷൻ ലഭിച്ചവരൊക്കെ ആ തക്ക സമയമായപ്പോ എവിടെ പോയെന്ന് എഴുതിയിരിക്കുന്നത്? ചിലർ അവരുടെ നിലത്തിലേക്ക് പോയി, ചിലർ അവരുടെ വ്യാപാരത്തിലേക്ക് പോയി. ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആളുകളില്ലാത്ത ഒരു സാഹചര്യം അവിടെ കടന്നു വരികയാണ്. വളരെ ഇന്നത്തെ സാഹചര്യവുമായിട്ട് നമുക്കതിനെ ബന്ധിപ്പിച്ച് പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എത്ര പേര് വരും? പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മീയ കൂട്ടായ്മ വെച്ചാൽ എത്ര പേര് വരും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും സ്വന്തം കാര്യങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അവരുടെ നിലങ്ങളിലേക്ക്, അവരുടെ വ്യാപാരങ്ങളിലേക്ക്, സ്വന്തമായ വളർച്ച. പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനകത്ത് വിടുതൽ ഉണ്ടാകണം, മക്കളുടെ ഇന്ന കാര്യങ്ങൾ നടക്കണം. ഈ വിഷയങ്ങളല്ലാതെ മറ്റൊരു പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് ആത്മീയ ഗോളത്തിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാം സ്വസ്നേഹികളായി തീരും എന്നുള്ള കാലഘട്ടത്തിന്റെ വചനം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ നമ്മളെങ്കിലും തിരിച്ചറിയണം. ദൈവമക്കളെ, ആത്മീയ വിഷയത്തിനകത്ത് സമ്പന്നനാകാതെ ലോകത്തിൽ ഇതിന്റെ പുറകെ നമ്മൾ ഓടിയാൽ നമ്മൾ ഒരു ദിവസം പരാജയപ്പെട്ട് വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വരുമെന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഇതിനകത്തൂടെ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസ്, റോമിൽ ഒത്തിരി വിശ്വാസികൾ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസിന്റെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന
സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ തയ്യാറാകുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരുവനെ കണ്ടുകിട്ടുക വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പൗലോസ് നോക്കിയപ്പോ ഒറ്റ വ്യക്തിയുള്ളത് തിമത്തിയോസ്. തിമത്തിയോസിന്റെ ക്വാളിറ്റികളെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആമേൻ, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ തിമത്തിയോസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്ങനെയാണ്? മകൻ അപ്പന് ചെയ്യുന്നത് പോലെ. ആമേൻ, ആമേൻ. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ എന്ത് ചെയ്തു? സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നോടുകൂടെ സുവിശേഷ വേലയിൽ അവൻ പ്രൂവ് ചെയ്തു. ഹല്ലേലൂയ. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ എന്താണെന്ന്, അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് പൗലോസ് അവിടെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. തിമത്തിയോസിനോട് പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ തിമത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. 7-ാം വാക്യമാണ്, 1:7. ഫീലുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രയും ദൈവം തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായി എന്നെ കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടി കഷ്ടസഹിക്കുക. അപ്പൊ പൗലോസ് പറയുക അവിടെ ഫിലിപ്പിയ ലേഖനത്തിനകത്ത്, അവൻ എന്ത് ചെയ്തു? എന്നോടുകൂടെ സുവിശേഷ വേലയിൽ അവൻ എന്ത് ചെയ്തു? കഷ്ടത സഹിച്ച് അവൻ പ്രൂവ് ചെയ്തു യഥാർത്ഥ സുവിശേഷകനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ, ഇന്ന് പകൽക്കാല കഷ്ടതയുടെ നടുവിൽ നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ യഥാർത്ഥ ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ പ്രൂവ് ചെയ്യുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് ഓരോ കഷ്ടതകൾ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും. അപ്പൊ തിമോത്തിയോസ് ആമേൻ തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഇടവന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത്, പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ ഇനി കഷ്ടം സഹിക്കേണ്ടതായിട്ട് വന്നാൽ ആ കഷ്ടത സഹിച്ചുകൊണ്ട് താൻ തന്റെ സിദ്ധത അതിന്റെ നടുവിൽ വെളിപ്പെടുത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് പൗലോസ് തിമോത്തിയോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുക. ഈ റോമും ഈ ഫിലിപ്പിയും തമ്മിൽ ഏകദേശം 700 മൈൽ ദൂരമുണ്ട്. അടുത്ത നമ്മൾ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന എപ്പഫ്രാദിത്തോസ് ഒരു രോഗിയായി തീർന്നു, മരണത്തോളം എത്തിയെന്ന് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുക. അപ്പൊ ഇത്രയും വലിയ ദൂരം യാത്ര ചെയ്തു വേണം ആമേൻ തിമോത്തിയോസ് ഇനി ഫിലിപ്പിയിലേക്ക് പോകുന്നുവെങ്കിൽ അങ്ങനെ പോകുവാൻ. ഹല്ലേലൂയ. പൗലോസിന്റെ അതേ മനസ്സുള്ള തിമോത്തിയോസ് പൗലോസ് ഇത് ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി അവൈലബിൾ ആയി തീർന്നു എന്നുള്ളത് ആമേൻ തിമോത്തിയോസിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കുക, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ അവൈലബിൾ ആകുന്നുവെങ്കിൽ അതിലും വലിയൊരു ക്വാളിറ്റി വേറെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത് ചോദ്യം ചോദിക്കാതെ നിൽക്കാൻ നമുക്ക് കഴിയുന്നത് ആമേൻ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അത് ദൈവം നമ്മളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു എന്ന് വചനം ശക്തമായി ഇതിനോടുള്ള ബന്ധത്തിങ്കൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാ. യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതാ. ആമേൻ. യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് ത്യാഗപരമായ മനോഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ അത് പൗലോസിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ തിമോത്തിയോസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ പിതാവിന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ തിമോത്തിയോസ് എന്ത് ചെയ്യുകയാണ്? പൗലോസിന് ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ സുവിശേഷ ആമേൻ പ്രഘോഷണത്തിൽ പൗലോസ് കടന്നുപോയ അതേ തീച്ചൂളയുടെ വഴികളിലൂടെ ആമേൻ ചോദ്യം ചോദിക്കാതെ
തിമോത്തിയോസും കടന്നുപോയി. അങ്ങനെ അവൻ തെളിയിച്ചു, ഞാനൊരു ശുശ്രൂഷകനാണ്. അങ്ങനെ അവൻ തെളിയിച്ചു, എന്റെ സന്തോഷം ക്രിസ്തുവിലാണ്. അങ്ങനെ അവൻ തെളിയിച്ചു, ക്രിസ്തുവാണ് എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ വചനത്തിനകത്ത് കാണുന്ന അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്ന പോലെ. ആകിയാൽ എന്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു, ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കാര്യം എന്നായി തീരുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാളെ ചിലപ്പോൾ ശിക്ഷ വിധിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്നെ വെറുതെ വിടുമായിരിക്കാം. എന്ത് തന്നെ അവിടെ സംഭവിച്ചാലും എനിക്ക് ക്രിസ്തുവിൽ ഒരു ആശ്രയം ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനും വന്ന് നിങ്ങൾ എന്ത് ചെയ്യും കാണും. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന, ക്രിസ്തുവിൽ ആശ വെക്കുന്ന ഒരു ദൈവ പൈതല് ദൈവത്തിന്റെ വിടുതലുകളെ കുറിച്ച് വിശ്വാസത്തിൽ സംസാരിക്കുവാൻ ഇടവരും എന്നുള്ളതാണ് ദൈവവചനം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴും ആയിരിക്കുന്നത് വീട്ടുതടങ്കലിൽ. നാളെ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, ഭാവി എന്താണെന്ന് അറിയത്തില്ല. അത് മാനുഷിക തലമാണ്. എന്നാൽ പൗലോസിന് ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ പറയുകയാണ്, തിമോത്തിയോസിനെ അങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ പുറകെ ഞാനും അങ്ങോട്ട് എത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആഗ്രഹമൊക്കെ എവിടെയാ? ക്രിസ്തുവിലുള്ള ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കർത്താവിൽ പ്രത്യാശയുള്ള ആഗ്രഹമാകട്ടെ, ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള ആഗ്രഹങ്ങളാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധ്യമാക്കി തരുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ തിമോത്തിയോസിനെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ ചിന്തിച്ചത്. തിമോത്തിയോസ് ഒരു എബ്രായ മാതാവിന്റെ, യവനായ പിതാവിന്റെ മകനായി ജനിച്ച വ്യക്തിയാണ്. അവന് ഒരു വിശ്വസ്തനായിരുന്നു. അവന്റെ വിശ്വാസം നിർവ്യാജ വിശ്വാസമായിരുന്നു. അവന് തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണിയ വ്യക്തിയായിരുന്നു. പൗലോസിന്റെ അതേ ഹൃദയം, അതേ ചിന്താഗതി. ഹല്ലേലൂയ. കാരണം കർത്താവുമായിട്ടുള്ള ഇവരുടെ ബന്ധമാണ് അത് കാണിക്കുന്നത്. അങ്ങനെ പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ കഷ്ടതകളൊക്കെ സഹിച്ച് തന്റെ ആ ശുശ്രൂഷയെ കുറിച്ചുള്ള ആ വ്യക്തമായ തിരിച്ചറിവ് തിമോത്തിയോസ് വെളിപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പൗലോസ് ആഗ്രഹിക്കുന്ന തിമോത്തിയോസിനെ ഫിലിപ്പിലേക്ക് വിടുവാൻ തിമോത്തിയോസ് അവൈലബിൾ ആകും. തിമോത്തിയോസ് ഓടിപ്പോകുന്നില്ല. തിമോത്തിയോസ് പറയുന്നില്ല 700 മൈൽ ഞാൻ എങ്ങനെ സഞ്ചരിക്കും, ഇതൊന്നും ചോദിക്കുന്നില്ല. പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് ദൈവത്തിന്റെ പ്രത്യാശ പ്രകാരം, ആഗ്രഹപ്രകാരം ഉള്ളതാണെന്ന് തിരിച്ചറിയുമ്പോ തിമോത്തിയോസ് അതിനുവേണ്ടി തയ്യാറാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശു കർത്താവ് ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ദൈവം എന്ത് ചെയ്തു? അവനെ മഹത്വത്തിലേക്ക് ഉയർത്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തിമോത്തിയോസ് തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, താഴ്ത്തിയപ്പോൾ സംഭവിച്ചത് എന്താ? പൗലോസിന് ശേഷം പിന്നെ അറിയപ്പെടുന്ന പേര് ആരുടെയാ? തിമോത്തിയോസിന്റെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉയർത്തുമോ? ദൈവം ഉയർത്തും. ആര് താഴ്ത്തുന്നുവോ അവരെ ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു ഭാഗം കൂടെ വളരെ വേഗത്തിൽ വായിച്ചു വിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ നിർത്താം. പ്രൈസ് ദി ലോർഡ്. അവിടെ 25 വാക്യം തൊട്ട് ഒന്ന് വായിക്കാമോ? പ്രൈസ്. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു. താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു നിന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാതായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം പോകാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും എനിക്ക് വേണ്ടി
കാരണത്താലല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അടുത്തതായിട്ട് താഴ്മയുടെ ഒരു ഉദാഹരണമാണ് എപ്പഫ്രാദിത്തോസ്. ഈ എപ്പഫ്രാദിത്തോസ് ആരാണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചിന്തിക്കുവാനിട വന്നു. ഫിലിപ്പിയ സഭയിൽ നിന്ന് പൗലോസിന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ വേണ്ടി അവര് പണം കൊടുത്തു വിട്ടപ്പോൾ അതുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 700 മൈലോളം യാത്ര ചെയ്ത് പൗലോസിന്റെ അടുക്കൽ കടന്നു വരികയും പൗലോസ് വീട്ടു തടങ്കലിലായിരുന്ന സമയത്ത് പൗലോസിന് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് എപ്പഫ്രാദിത്തോസ്. കേവലം ആ പണം കൊണ്ട് കൊടുക്കുക മാത്രമല്ല, പൗലോസിനോട് കൂടെ കാരാഗ്രഹത്തിനകത്ത് അല്ലെങ്കിൽ ഈ വീട്ടു തടങ്കലിനകത്ത് കൂടെ താമസിച്ച് പൗലോസിന് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് എപ്പഫ്രാദിത്തോസ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുമ്പോൾ 3 പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് 25-ാമത്തെ വാക്യം, എന്നാൽ എന്റെ സഹോദരൻ, 2 കൂട്ടുവേലക്കാരൻ, 3 സഹപടൻ. പ്രൈസലോ. എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അത് അവരുടെ കൂട്ടായ്മയെ കാണിക്കുന്നു, ഫെലോഷിപ്പിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്ക് അടുത്തതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്ന കൂട്ടുവേലക്കാരൻ, അതായത് ഒരുമിച്ച് അധ്വാനിച്ചവര്, കോ വർക്കേഴ്സ്. അതായത് ഒരേ മനസ്സുണ്ടെങ്കിൽ ഒരുമിച്ച് അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരേ മനസ്സോടെ അധ്വാനിച്ചവര്. പ്രൈസലോ. അപ്പോ തന്നെ 3 പറയുന്നത് സഹപടൻ. സഹപടൻ എന്ന് പറയുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പട ചേർത്തവൻ ജീവന കാര്യത്തിനകത്ത് ഇടപെടരുത്. അപ്പോ ജീവന കാര്യത്തിനകത്ത് ഇടപെടാതെ പ്രൈസലോ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ പൗലോസിനോടൊപ്പം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയായിട്ട് നമുക്ക് ഈ എപ്പഫ്രാദിത്തോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസലോ. അപ്പൊ 3 കാര്യങ്ങൾ. 1 സഹോദരനാണ്, 2 കൂട്ടുവേലക്കാരനാണ്, 3 സഹപടനാണ്. പ്രൈസലോ. ഇത് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫിനെ ഇത് കാണിക്കുന്നു. ഹല്ലേലൂയ. 1 പൗലോസുമായിട്ടുള്ള ബന്ധം വളരെയധികം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരു മനസ്സോടുകൂടി കർത്താവിന്റെ വേലയിൽ പ്രവർത്തിച്ചു. ഒരു ഭടനെ പോലെ കഷ്ടത സഹിച്ചു. ഒരു ഭടനെ പോലെ യുദ്ധം ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഒന്നും ഹല്ലേലൂയ ഒരു കോംപ്രമൈസ് ചെയ്തില്ല. ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മള് യുദ്ധം ചെയ്യാൻ മിടുക്കരായിരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ മിടുക്കരായിരിക്കാം. പ്രൈസലോ. എന്നാൽ പലപ്പോഴും ഹൃദയത്തിന്റെ അടുപ്പമില്ലാത്തവരായി നമ്മൾ പോകാറുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 വിഷയത്തിനകത്തും എപ്പഫ്രാദിത്തോസ് 100% മാർക്ക് കൊടുക്കുവാൻ കഴിയുന്ന വ്യക്തി. അപ്പോ ആ ക്രിസ്തീയ ജീവിതം ബാലൻസ്ഡ് ആയിട്ട് പോവുക, എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ നിർവഹിക്കുന്നു. ആത്മീയ ജീവിതത്തിനകത്ത് പോരാടി നിൽക്കേണ്ട മേഖലകളിൽ ആത്മാവിൽ പോരാടി മുന്നോട്ട് പോകുവാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ആര് കാണിക്കുകയാണ്? എപ്പഫ്രാദിത്തോസ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ബാലൻസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ബന്ധങ്ങളിൽ വിശ്വാസമില്ല. പ്രൈസലോ. കൂട്ടു സഹോദരനെ കാണുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്നില്ല. കൂട്ടു സഹോദരനെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മള് ആത്മീയമായിട്ട് എന്ത് ചെയ്താലും അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. പ്രൈസലോ. ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. ഹല്ലേലൂയ. ആരുമായിട്ട് നമുക്കൊരു പിണക്കം ഉണ്ടാകരുത്. ഒരുപക്ഷെ തിന്മ നമുക്ക് പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം. അവരെ കാണുമ്പോൾ മനസ്സിനകത്ത് വിഷമം ഉണ്ടാകാം. എന്നാൽ ഒരിക്കൽ പോലും അവരോട് പിണങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ പിണങ്ങിയിരുന്ന സംഭവിക്കുന്നത് നമുക്ക് അടുത്തൊരു തലത്തിലേക്ക് വളരാൻ പറ്റത്തില്ല. പ്രൈസലോ. അടുത്തൊരു തലത്തിലേക്ക് വളരണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതൻ എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായി എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. എപ്പഫ്രാദിത്തോസിനെ എന്തിനാ ഫിലിപ്പിയ സഭ വിട്ടത്? ഫിലിപ്പിയ സഭ വിട്ടത് പൗലോസിന് ശുശ്രൂഷ ചെയ്യാൻ.
പ്രൈസല്ലോ. ഈ കാരാഗ്രവാസത്തിന് നടുവിൽ പൗലോസിനോട് കൂടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുവാനാണ്. എന്നാൽ ഇപ്പൊ പൗലോസ് എന്ത് ചെയ്യുക? ഇവനെ തിരിച്ചു വിടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം എന്നാ? ആമേ വന്ന വഴിക്ക് രോഗിയായി തീർന്നു, മരിക്കത്തക്ക ജീവിത സാഹചര്യത്തിലേക്ക് അവൻ വീണുപോയി. എന്നാൽ ഈ മരണകരമായ സാഹചര്യത്തിൽ പൗലോസ് അവനെ തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് കാണുന്നില്ല. പ്രൈസലോ. പൗലോസ് അവനെ തൊട്ട് സൗഖ്യമാക്കിയോ? പൗലോസ് അവനെ തൊട്ട് സൗഖ്യമാക്കിയില്ല. ആമേൻ. പൗലോസ് തന്നെ പറയുകയാണ്, ആമേൻ, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു, താൻ ദീനമായിരുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യമെങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോട് കരുണ ചെയ്തു. അപ്പോ പൗലോസ് എടുത്തു പറയുക, ഇവനൊരു രോഗം വന്നു, ആ രോഗത്തിൽ ഇവൻ മരിക്കത്തക്ക രീതിയിലേക്ക് പോയി. ആ രോഗം പെട്ടെന്ന് മാറിയില്ല. ആമേ പ്രൈസലോ. അതിൻ്റെതായ സമയത്ത് ദൈവം അവനോട് കരുണ തോന്നിയത് കൊണ്ട് അവൻ എന്തോ സംഭവിച്ചു? സൗഖ്യമുണ്ടാകുവാൻ ഇടപെട്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും പൗലോസ് അവനെ സൗഖ്യമാക്കാതിരുന്നത്? പൗലോസിന് വരമില്ലയോ? ആമേ പ്രൈസലോ. പൗലോസ് ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ച്. ഹല്ലേലൂയ. സ്വയം താഴുക എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പൗലോസ് ഒരു അത്ഭുതം ചെയ്തിരുന്നുവെങ്കിൽ അവിടെ എഴുതി വന്നേനെ, പൗലോസ് അവനെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് പൗലോസിന്റെ പേര് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, താഴ്മ ധരിച്ച് നിൽക്കേണ്ട മേഖലയിൽ ഒരുപക്ഷെ നമ്മൾ ഒരു മിറക്കിളും പ്രസന്റ് ചെയ്തില്ലേനു. ആമേൻ. ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കാൻ പറ്റുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന തലത്തില് നാം പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി ഉപയോഗിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന ആത്മീയാർത്ഥം മനസ്സിലാക്കണം. ആമേൻ. ഒരു പക്ഷേ പൗലോസിന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കാം. അവനെ സൗഖ്യമാക്കിയതായിട്ടൊന്നും കാണുന്നില്ല. അവിടെ ദൈവം കരുണ കാണിച്ചെന്നാ പറയുന്നത്. ഹല്ലേലൂയ. മഹത്വം ആർക്ക് കൊടുക്കുകയാ? ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. എല്ലായിടത്തും പോയി നമുക്ക് മിറക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. എല്ലായിടത്തും ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കൈവീശിയാലൊന്നും ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലയിടത്ത് നമ്മള് ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ മിണ്ടാതിരിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളോട് തന്നെ ആമേൻ ഇങ്ങനെ ആമേൻ പിശാച് ചോദിച്ചുകൊണ്ടിരിക്കും, നീ ദൈവത്തിന്റെ മകനല്ലേ? ഈ കല്ലൊന്ന് അപ്പമായി തീരാൻ നിനക്കൊന്ന് കൽപ്പിച്ചാ പോരെ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടെ മിണ്ടാതിരിക്കുന്നത് പോലെ, വചനം പറഞ്ഞ് പിശാചിനോട് എതിർക്കുന്നത് പോലെ ചില മേഖലകളിൽ കല്ല് അപ്പമായി തീരരുത്. ആമേൻ. ഹല്ലേലൂയ. ചില മേഖലകളിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കരുത്. ചില മേഖലകളിൽ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് മിണ്ടാതിരിക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് അനുഭവിച്ചിരുന്ന തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ചില മേഖലയിൽ മിണ്ടരുത്. നമുക്ക് തോന്നുന്നു പ്രതികരിച്ചാൽ നല്ലതാണ്, പക്ഷെ മിണ്ടരുത്. ആ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ നമ്മൾ സമയം കൊടുക്കുകയാണ്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം കാര്യം ഏറ്റെടുക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ്. നമ്മൾ മിണ്ടിയത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നില്ല. നമ്മൾ മിണ്ടിയത് കൊണ്ട് ആമേൻ ആ പ്രശ്നത്തെ വലുതാക്കുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില മേഖലയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ സാഹചര്യങ്ങൾ തിരിയും. പ്രൈസ്. സ്തെഫാനോസ് ഒറ്റ വാക്ക് പറഞ്ഞപ്പോ ആമേൻ അവന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കൾ ഓടിപ്പോകുവാൻ ഇടവന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ചില മേഖലയിൽ നമ്മൾ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കണം. ഒരു പക്ഷെ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടായിരിക്കാം, ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ടായിരിക്കാം. യേശു കർത്താവിന്റെ അടുക്കൽ പിശാച് വന്ന് ചോദിച്ചു, നീ ദൈവപുത്രനല്ലേ? ഈ കല്ലിനോടൊന്ന് അപ്പമായി തീരാൻ പറയാൻ മേലേ? ആമേൻ. നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആമേൻ വചനം പറഞ്ഞ പിശാചിനെ എതിർക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവമക്കളെ, ചില മേഖലയിൽ നമ്മള് ആമേൻ പ്രതികരിക്കാതിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വലിയ അവസരം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വലിയ അവസരം ഉണ്ടാകുമ്പോ അതിന്റെ നടുവിൽ ദൈവം നാം മഹത്വപ്പെടും. അത് വചനം നമ്മളോട് ഹൃദയമായിട്ട്
ഓർമ്മപ്പെടുത്തുക. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ എനിക്ക് ദുഃഖം കുറവാൻ ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ എപ്പഫ്രാദിത്തോസിന്റെ മനസ്സിലുള്ള വേദന എന്നാ? അവൻ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ രോഗിയായി മരിപ്പാനായി എന്നൊക്കെ ഫിലിപ്പിയ സഭ കേട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇനി തിരിച്ചു പോകുമ്പോ ഫിലിപ്പിയ സഭ അവരെ കുറിച്ച് ചിന്തിക്കാൻ കാരണം എന്നാ? ഒരു ദൗത്യം ഏൽപ്പിച്ചു വിട്ടു, അവൻ ഇടയ്ക്ക് വെച്ച് ആ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി വന്നു. എന്നാൽ പൗലോസ് ആ സാഹചര്യം തിരിച്ചറിഞ്ഞ് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിങ്ങൾ അവനെ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം, ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം എന്താണ്? എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. പ്രൈസ് ദി ലോർഡ്. എപ്പഫ്രാദിത്തോസിന് ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? കുറച്ച് പൈസ കൊണ്ട് ആമേൻ ഹല്ലേലൂയ പൗലോസിന്റെ കൈ കൊടുക്കണം. എന്താ ശുശ്രൂഷ? ആമേ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ പൗലോസിന്റെ ആവശ്യമൊക്കെ നിർവഹിച്ചു കൊടുക്കണം. എന്നാൽ ആ ശുശ്രൂഷയെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്നാ പറയുന്നത്? ക്രിസ്തുവിന്റെ വേല നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചാട്ടെ, ആമേൻ അവസാനത്തെ പദമാണ് ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ആമേൻ ഈ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തതയുള്ളവരായി തീരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആമേ പൗലോസിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഫിലിപ്പിയ സഭ അവനെ അയക്കുമ്പോൾ മരണകരമായ സാഹചര്യം വന്നിട്ട് അവൻ പുറകോട്ട് പോകാതെ അതിനെ അതിജീവിച്ചുകൊണ്ട് പൗലോസിനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളവനെ തിരിച്ചയക്കുമ്പോൾ പൗലോസ് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ ഇവനെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദരിക്കണം. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തവനെ ദൈവം മഹത്വത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ഈ ഭൂമി കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഒരു എപ്പഫ്രാദിത്തോസ് മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേ പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് വിശ്വസ്തയോടെ നിന്നപ്പോ ആമേ തന്റെ സഭയില് തനിക്ക് മാന്യത ഉണ്ടാകത്തക്ക നിലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിന് നമ്മളോട് പറയാനുള്ളത്, താഴ്മ ധരിച്ച അനുസരണമുള്ളവരായി തീർന്ന, കർത്താവിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിച്ച, കർത്താവിന്റെ കർത്തൃത്വത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഇതിനകത്തൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. കർത്താവിന്റെ പൊന്മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കാം. ചില ആഴ്ചകളായി നമ്മൾ ഈ 2-ാം അധ്യായം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവിന്റെ ആ സ്വഭാവം അത് പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. അത് ഹല്ലേലൂയ തിമോഥെയോസിന്റെ ജീവിതത്തിനകത്ത് കണ്ടു. അത് എപ്പഫ്രാദിത്തോസിന്റെ ജീവിതത്തിനകത്ത് കണ്ടു. അവിടെയൊക്കെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന അനുഭവമാണ്. അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നുള്ള നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചെറുതോ വലുതോ എന്നുള്ള ശുശ്രൂഷയല്ല, ആമേ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന അനുഭവമാണ്. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായി തീരട്ടെ. ആമേൻ. ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ആ കണക്ക് ബോധിപ്പിക്കുന്ന ദിവസത്തെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന
ആ കിരീടങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാൻ, സമർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ